ഹല്ലേലൂയ. പിതാവേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, പുണ്യവാനായ ഞങ്ങളുടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നുണ്ട്. അപ്പാ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, ദൈവമേ, ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ ചെയ്യുന്നതിന് മുന്നേ ദൈവമേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങൾ അവിടെ സ്തുതിക്കുന്ന സ്തോത്രം. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ അധിവസിക്കുന്നതിനായ ദൈവമേ, അവൻ ഞങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തെന്ന് ഞങ്ങൾ അറിയുന്നില്ലപ്പാ. ദൈവമേ, അത് കർത്താവെ അവിടുത്തെ കൃപയിൽ കർത്താവെ ഞങ്ങളുടെ ദൈവമേ നന്ദിയോടെ ആ തിരഞ്ഞെടുപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്ന പിതാവെ അങ്ങനെ സ്തോത്രം. ദൈവമേ, അവിടുന്ന് കർത്താവെ യേശുവെ അവിടുന്ന് മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി വന്നല്ലോ. എൻ്റെ യേശുവേ, ദൈവമല്ലോ സ്വർഗത്തിൻ്റെ മഹത്വമെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി ഭൂമിയിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകളും പരീക്ഷകളും എല്ലാം സഹിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് നന്മ കാണിച്ചു തന്നതിനായിട്ട് പിതാവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ആ പിതാവെ ഏൽപ്പിച്ച ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം യേശുവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. സ്തോത്രത്തിന് നമ്മേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ദിനംപ്രതി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ അങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ആ പിതാവിന് പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. അവിടുത്തെ ഞങ്ങൾക്ക് തന്നെ നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. അനേകർക്ക് ദൈവമേ ഇങ്ങനെ ഒരു അവസരം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് വിളിച്ചു കർത്താവേ ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. അനേകർ വെളിച്ചം എന്ന് വിചാരിക്കുന്ന വെളിച്ചം ഇരുളായിരിക്കും. ഞങ്ങൾക്ക് യഥാർത്ഥ വെളിച്ചം കാണിച്ചു തരുവാൻ അവിടുത്തേക്ക് കൃപ തോന്നിയതിനായിട്ട് സ്തോത്രം. അതിൽ ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദിനം പ്രതി പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കൂടുതൽ കേട്ട് ഞങ്ങൾ ദൈവമേ അതിനെ അനുസരിക്കുന്നവരായി മാറുവാൻ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് മുദ്രാകുന്നു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവിടുത്തെ വചനം കേൾക്കാനാണല്ലോ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണേ ദൈവമേ. അവിടുന്ന് ഞങ്ങളുടെ നല്ല ഇടയിലും ദൈവമേ ഞങ്ങളെ മാസ്റ്റർ ആവുന്നല്ലോ. അങ്ങ് ദൈവമേ ഞങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞങ്ങൾ ദൈവം എല്ലാം ഉപേക്ഷിച്ച് ഈ സമയത്ത് ദൈവമേ ഞങ്ങൾ ആഗ്രഹത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്നത്. ഈശോയെ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ അവിടുത്തെ വചനം കേൾക്കുവാൻ തടിച്ചു കൂടിയതുപോലെ ദൈവമേ അതേ ദാഹത്തോടെ ഞങ്ങളും വരുന്നു. ദൈവമേ, എൻ്റെ യേശുവെ അവിടുന്ന് തന്ന വചനങ്ങൾ ദൈവമേ അത് യഥാർത്ഥമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഈ അവസരം ദൈവമേ അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തരണേ. പപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിന്ന് ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലെല്ലാം അത് കൂട്ടായിരിക്കണം. അത് ആത്മീക ആവശ്യങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി ദാഹിക്കുന്നവരെല്ലാം തൃപ്തിപ്പെടുത്തണേ. അപ്പോൾ അതിന് ദൈവം ഒരു അവസരമാക്കി സമയത്ത് മാറ്റി എല്ലാവരെയും കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന തിരികുന്നത് കേൾക്കുവാൻ തിരികുന്നത് ചെയ്യുവാൻ അനുസരിപ്പാനും കൃപ തന്നെ പാസ്സം സകലവും ഞാൻ വേണ്ടി ജീവിതം ജീവിച്ചിരുന്ന കരങ്ങളോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും
സാധുവിനെ കൈവിടാം. സാധു എന്നെ കൈവിടാതെ നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നടത്തിടുന്നു. അന്യത്തോളം ചിറകടികൾ അവൻ കാത്തിടുന്നവേ. അന്യത്തോളം
ഒന്നാമത്തെ പാഠം. എന്നുള്ളമേ സ്തുതിക്കാം നീ പാരനേ
ആത്മാവിൽ നമ്മളെ വെച്ച് കർത്താവിനെ നമ്മൾ കരങ്ങളെ വെച്ച് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനങ്ങൾ 51. സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെ മായ്ച്ചു കളയണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയുമരുതേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിന്നിലേക്ക് മനം തിരിയും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിന്റെ അനന്യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും മുറുകിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അപ്പോൾ നീ നീതിയാഗത്തിലും ഹോമയാഗങ്ങളിലും സർവ്വാംഗ ഹോമയാഗങ്ങളും പ്രസാദിക്കും. അപ്പോൾ മഹത്വപ്രദമാകട്ടെ. ഇതാ നമ്മൾ വായിച്ച സങ്കീർത്തനം 51 സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ഈ സങ്കീർത്തനം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും തന്നെ കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനം. മനോഹരമായ ഈ സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കീർത്തനം ദാവീദ് രചിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നിരിക്കാം. 51 സങ്കീർത്തനം മൊത്തത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ അതിനൊരു എന്തുവാണ് 51 സങ്കീർത്തനത്തിൻ്റെ ഒരു മൊത്തം ക്രീം ആയിട്ടുള്ള എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്, ഏത് പാപിയും ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഏത് പാപിയും ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുകയും ദൈവത്തിൻ്റെ കരുണയും കൃപയും ആശ്രയിച്ച് ദൈവത്തോട് തൻ്റെ പാപത്തെ ഏറ്റുപറയുകയും ചെയ്താൽ ഏത് പാപിക്കും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് തിരികെ വരുവാൻ പറ്റും. അപ്പം അതിനകത്തൊരു ചെറിയ വശവശമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഏത് പാപിക്കും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് തിരികെ വരുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ 2 തരം ആൾക്കാരാണ്. അവിടെ 2 കാലത്ത് നമുക്ക് ആൾക്കാരെ തിരിക്കാം. ദാവീദ് ഈ പാപം ചെയ്യുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ മകൻ തന്നെയായിരുന്നു. ആ മകനാണ് പാപം ചെയ്ത് തിരികെ വന്നത്. അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ
ഒരു പുതിയ ഹൃദയം നൽകി തൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം അവനെ പുനഃസ്ഥാപിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ദൈവം അവനെ പുനഃസ്ഥാപിച്ചു. എന്നാൽ നമുക്ക് പൗലോസിൻ്റെ കഥയിൽ എടുത്തു നോക്കാം. പൗലോസ് അപ്പോസ്തലൻ പാപം ചെയ്ത് ലോകത്തെ ജീവിക്കുമ്പോൾ ഒരു പുനഃസ്ഥാപനമല്ല നടന്നത്. ദൈവത്തിൻ്റെ മകനായിട്ട് ദൈവം അവനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? അതൊന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. പുനഃസ്ഥാപനമല്ല, ദാവീദിനെ ദൈവം പുനഃസ്ഥാപിച്ചു. എന്നാൽ പൗലോസിനെ ദൈവം തൻ്റെ മകനായി സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന് പല പോയിന്റുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വിശകലനം ചെയ്ത് പഠിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ കാണുന്നത്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും മനുഷ്യനോടല്ല ദൈവത്തോടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. മനുഷ്യനോട് പാപം ചെയ്യുവാൻ ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ കഴിയുന്നത് ബുദ്ധിമുട്ടാണ്. ഏത് പാപവും ദൈവത്തോടാണ് ചെയ്യുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ദാവീദ് പാപം ചെയ്തത് ഉരിയാവിനോടല്ലേ ദാവീദ് പാപം ചെയ്തത്? ഇതെല്ലാവർക്കും അറിയാം. ദാവീദ് പാപം ചെയ്തത് ഉരിയാവിനോടാണ്. പക്ഷേ ദാവീദ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അതെവിടെയായിട്ടിരിക്കുന്നത്? ഞാൻ നിന്നോട് പാപം ചെയ്തു. 4-ാം വാക്യം. എന്നോടുകൂടെ ഒരാളുള്ളതിനാൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്തു. 4-ാം വാക്യം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദാവീദിൻ്റെ അടുത്ത് പ്രവാചകൻ ചെന്ന് പറയുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തു. ദാവീദ് പറയുകയാണ്, ഞാൻ ഉരിയാവിനോടല്ല പാപം ചെയ്തത്, ഞാൻ ചെയ്തത് ദൈവത്തോടാണ്. അപ്പോൾ ദൈവത്തോടുള്ള ആ പാപത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുവാൻ അവൻ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് ചെന്നേ മതിയാവുകയുള്ളൂ. എന്താണ് പാപത്തിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയ, സ്തോത്രം. പാപം മരണത്തെ വിളിച്ചുകൊണ്ടുവരും. അതുകൊണ്ട് ഇതേപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ 2 തരം പാപമാണ് ദാവീദ് ദൈവത്തോട് ചെയ്തത് അല്ലെങ്കിൽ ഉരിയാവിനോട് ചെയ്തത്. ഒന്ന്, ദാവീദ് വ്യഭിചാരം ചെയ്തു. വ്യഭിചാരം എന്താ ചെയ്തത്? ദാവീദ് ഉരിയാവിൻ്റെ ഭാര്യയെ വ്യഭിചരിച്ചു. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉരിയാവ് തൻ്റെ ഭർത്താവായിരിക്കുമ്പോഴാണ് ദാവീദ് പാപം ചെയ്തത്. പിന്നെ ആ ഉരിയാവ് മരിക്കുന്ന ആ ഭാഗം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. 2, ദാവീദ് കൊലപാതകം ചെയ്തു, ഉരിയാവിനെ കൊന്നു. ഈ 2 പാപത്തിനും പഴയ നിയമ വ്യവസ്ഥിതി പ്രകാരം യാതൊരുവിധ യാഗത്താലും ഒരു പുനഃസ്ഥാപനം സാധിക്കുകയില്ലെന്ന് ദാവീദിന് മനസ്സിലായി. ചുരുക്കത്തിൽ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന നമ്മളും ഒരു പാപം പ്രവർത്തിച്ചാൽ ഒരു കർമാചാര പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് ആ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ കഴിയുന്നതല്ല. ഒരച്ഛൻ്റെ അരികെ പോയി നമ്മൾ മുമ്പിട്ട് നമസ്കരിച്ചാലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാലോ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല എന്ന കാര്യം ദാവീദ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ദാവീദ് തൻ്റെ പാപം ഏറ്റുപറയുന്നത് ദൈവത്തോട്, വേറെ ആരോടുമല്ല. അന്ന് ദാവീദിന് വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. പാപം ചെയ്ത മനുഷ്യൻ എന്ത് ചെയ്യണമെന്നൊക്കെ പഴയ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടെങ്കിലും ഇതിലൊന്നും ദാവീദിന് സംതൃപ്തി വരുന്നില്ല. കാരണം ദാവീദ് പാപം ചെയ്ത ദൈവത്തോടാണ്. ഈ പാപത്തിന് പ്രതിഫലമായി ദാവീദ് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചെടുത്തു. ദാവീദ് ഇത് മനസ്സിലാക്കി എടുത്തതിൻ്റെ കാരണം, ദാവീദിൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടായിരുന്നു. അന്നും ദാവീദ് പാപം ചെയ്യുമ്പോഴും ദാവീദിൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദാവീദിൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ദാവീദ് 11-ാമത്തെ വാക്യം, അതിൻ്റെ 11-ൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ നവീകരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയരുത്. അപ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പാപം ചെയ്തപ്പോഴും ദാവീദിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാവീദിനെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിനുള്ളിലെ പരിശുദ്ധാത്മാവിനെ പുനഃസ്ഥാപിച്ചു. നാം പാപം ചെയ്തപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു മുറിവുണ്ടായി. അതാണ് ദാവീദ് ചെയ്ത പാപം. ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി. അവൻ 3 തരത്തിലാണ് പാപം ചെയ്തത്. ഒരു പാപം മാത്രമല്ല അവൻ ദൈവത്തോട് ചെയ്തത്. അത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 51-ന്റെ 2, 3, 4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. ദാവീദ് ഒരു അകൃത്യം ചെയ്തു. പാപമല്ല, പാപത്തെ മാറ്റി നിർത്തുക. ദാവീദ് ആദ്യം ചെയ്ത ഒരു അകൃത്യം. രണ്ടാമത് ദാവീദ് ചെയ്തത് എന്താണ്? എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു.
ദാവീദ് ഒരു ലംഘനം പ്രവർത്തിച്ചു. പിന്നെ മൂന്നാമതാണ് പാപത്തെപ്പറ്റി, എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദാവീദ് എന്തൊക്കെ ചെയ്തു? ലംഘനം ചെയ്തു, അകൃത്യം ചെയ്തു, പാപവും ചെയ്തു. സ്തോത്രം. ഇപ്പൊ ലംഘനം ചെയ്താൽ അത് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടണം. അടുത്തതായിട്ട് പാപം ചെയ്താൽ അത് മറച്ചു കിട്ടണം. മൂന്നാമതായിട്ട് അകൃത്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം പ്രവർത്തിച്ചാൽ ദൈവം അതിനെ കണക്കിടാതിരിക്കണം. 32-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. ലംഘനം ക്ഷമിക്കപ്പെടണം, പാപം മറച്ചും കിട്ടണം. അടുത്ത വാക്യം, യഹോവ അകൃത്യം കണക്കിടാതെയും. അകൃത്യം ദൈവം കണക്കിടുക. ഞാൻ പറഞ്ഞത് 3 തരത്തിലാണ്. അത് 3ഉം നമ്മൾ സാധിപ്പിച്ചെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഞാൻ ദാവീദിനെ പറ്റി പഠിച്ചപ്പോൾ ക്രിസ്തുവിനെ പറ്റി അല്ല പറയുന്നത്, നിങ്ങൾ ചിന്തിക്കരുത്. ദാവീദിൻ്റെ സ്വഭാവം പഠിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അതിനകത്തൊരു വാക്യം, യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1 യോഹന്നാൻ 1:9 ഒരു വാക്യമുണ്ട്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ദൈവമാകുന്നു. ഇതാ ദാവീദ് ഇവിടെ പറഞ്ഞത്, ഇല്ലയോ? ഇതല്ലേ ദാവീദ് പറഞ്ഞത്? ദാവീദ് ഈ വാക്യം മുന്നമേ നമുക്ക് വേണ്ടി 51-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു. അതിനുശേഷമാണ് യോഹന്നാൻ ഇത് എഴുതിയത്. ഇതെല്ലാം എഴുതപ്പെട്ടത് ഒരേ ആത്മാവിനാലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് തൻ്റെ അതായത് യോഹന്നാൻ പറയുകയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച്, ആര്? യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ദൈവമാകുന്നുവെന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് യേശുക്രിസ്തുവിനെ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കണ്ടു. ഒരു പാപക്ഷമയ്ക്കായി അവൻ അടുത്ത് ചെന്നത് യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്കാണ്. അവനറിയാം, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ കൃപയും കരുണയും നിറഞ്ഞ ദൈവമാകുന്നു. ഏത് കൊടുംപാപിയെയും രക്ഷിപ്പാൻ കർത്താവിൻ്റെ കയ്യിൽ മറുമരുന്നുണ്ടെന്ന് അറിയില്ല. സ്തോത്രം. ദാവീദ്, ഞാൻ മുമ്പേ പറഞ്ഞു, ദാവീദ് പറയുകയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഈ മലയാളം ബൈബിൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ദാവീദ് ആദ്യമായിട്ട് വാഗൊണ്ട് പരിശുദ്ധാത്മാവെന്ന വാക്ക് ഉച്ചരിക്കുന്ന മനുഷ്യൻ കൂടിയാണ് കാണുന്നത്. ഇതിനു മുമ്പ് വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും പരിശുദ്ധാത്മാവെന്ന വാക്കിൽ ദാവീദ് ആദ്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു സ്ഥലത്തുമില്ല. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഞങ്ങളെ ഭാഷ പഠിപ്പിച്ചതുപോലെ ശിംശോന്റെ മേൽ അവൻ്റെ ആത്മാവ് വന്നെന്ന് പറയുന്നുണ്ട്. വന്നെന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഇതായെങ്കിലും പരിശുദ്ധാത്മാവെന്ന വാക്കാദ്യമായി വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത്: നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിന ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങൾ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇതുവരെ ഇത് സൂക്ഷിച്ച് വെക്കണം. എന്താണത്? നിങ്ങൾ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ 2 കാര്യം നമ്മൾ ചെയ്യണം. ഒന്ന് നമ്മൾ കേൾക്കണം, ഒന്ന് നമ്മൾ അനുസരിക്കണം. ദാവീദ് കേട്ടിട്ട് അനുസരിച്ചു. ദാവീദ് എന്താ കേട്ടത്? ദാവീദിനോട് പ്രവാചകൻ പറഞ്ഞു, ആ പാപി നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് കേട്ടു. ദാവീദ് ഉടൻ തന്നെ അതനുസരിക്കുവാനും തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യം. മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് ചർച്ച ചെയ്യാനുള്ള, അല്ലെങ്കിൽ പറയുവാനുള്ളത്, പാപം ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മുടെ കാര്യം തന്നെ പറയുന്നത്, ദാവീദിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ കിട്ടുന്നു. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഹൃദയത്തിലുണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെട്ടു. നമ്മളൊരു പാപം ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് നമ്മൾ അല്പം കള്ളു കുടിച്ചെന്ന് വരും, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അസഭ്യം പറഞ്ഞെന്നിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമുക്കൊരു വേദന അനുഭവപ്പെടും. അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. ദാവീദിൻ്റെ ഹൃദയത്തിൽ ഈ പാപം ചെയ്തപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അവൻ്റെ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ രക്ഷയുടെ സന്തോഷമാണ് നഷ്ടപ്പെട്ടത്, അല്ലാതെ രക്ഷയല്ല. ഓർക്കണം, രക്ഷയുടെ സന്തോഷമാണ് നഷ്ടപ്പെട്ടത്. അവനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത് കൊണ്ട് അവന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വാക്യം എത്രയാണത്? 12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് നീ അത് പുനഃസ്ഥാപിച്ചു തരണം. കേട്ട് നീ അനുസരിക്കുന്നു എങ്കിൽ
നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും ദൈവം മാറ്റിയെടുത്തിട്ട് എന്ത് ചെയ്യും? ആ സന്തോഷം കർത്താവ് നമുക്ക് തിരികെ തരും. ഈ ദിവസം നമ്മുടെ ഭാഷ നമ്മളെ പഠിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ വചനം അതിങ്ങനെ: നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല എങ്കിൽ നമ്മൾ മൃതമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ നമ്മൾ കാള, കുതിര, കഴുത എന്നിവയോട് സമമാണ്. അതിൻ്റെ ഒരു രൂപം നമ്മുടെ രൂപം ഇങ്ങനെയും കാളയുടെ രൂപം അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മരിച്ചവരാണ് എന്നാണ് നമ്മളെ ഇന്ന് പഠിപ്പിച്ചത്. അതിനുവേണ്ടി റോമർ 8:11 നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ ഇന്നലെ നമ്മളെ വളരെ വിശദമായി പഠിപ്പിച്ചു, അണ്ടർലൈൻ ചെയ്ത് നമ്മളത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിച്ചു പോയാലും, അത് വായിച്ച് മനസ്സിലാക്കണം, ശരീരം പാപനിമിത്തം നശിച്ചു പോയാലും ആത്മാവെന്ന് പറയാൻ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. അതുപോലെ തന്നെ അടുത്തൊരു വാക്യം കൂടെ ഉണ്ട്: ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അതേ ആത്മാവിനാൽ നമ്മളെ അവൻ പുനർജീവിപ്പിക്കും. അതുകൊണ്ടൊരു മരണത്താലൊന്നും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റം, മരണം നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നെങ്കിലും, നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിലും നമ്മൾ എന്നേക്കുമായി ലോകത്തിൽ നിന്ന് നശിച്ചു പോകുന്നില്ല. എഫേസ്യ ലേഖനം 4:30 നമുക്കിങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 4:30. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ഈ വചനങ്ങളെല്ലാം അറിയാവുന്ന ഒറ്റ വ്യക്തിയായിരുന്നു ദാവീദ്. മനസ്സിലായി? അതാണ് എനിക്ക് ദാവീദിനുള്ള ഇഷ്ടം. ഇപ്പൊ ഈ പറഞ്ഞ വചനം ദാവീദിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കരുതെന്ന് ദാവീദിന് അറിയാമായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ ദുഃഖിച്ചപ്പോൾ അവൻ അതിവേദനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കരയുന്ന ഭാഗമാണ് 51 സങ്കീർത്തനം. അതിൽ നിന്ന് അവന് കിട്ടിയ മോചനമാണ് 32 സങ്കീർത്തനം. 51 ശേഷമായിരുന്നു 32 വരേണ്ടതെങ്കിൽ തിരിഞ്ഞു കൂടി എഴുതിയപ്പോൾ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പാപത്തിന്റെ കണിക എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രക്ഷകനുണ്ട്. അവന്റെ സന്നിധിയിൽ ചെന്ന് അവന്റെ വചനത്തെ നീ കേട്ട് അനുസരിക്കുകയാണെങ്കിൽ നിനക്കൊരു നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ സന്തോഷത്തിലേക്ക്, നിന്റെ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തിരികെ തരുവാൻ ഈ ദൈവം നമുക്കുണ്ടെന്ന് 51 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവ്, ഞങ്ങൾ ഈ 51 സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് ഞങ്ങളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് കർത്താവ്. ഒരു പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ ദാവീദ് ഞങ്ങളെ ഇതിലൂടെ പഠിപ്പിച്ചെടുക്കണം. നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പഠിച്ചു കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് ഞങ്ങളിൽ ഒരു നിത്യജീവൻ വ്യാപരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പഠിച്ചു. കർത്താവേ, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ശരീരം നിർജീവമായി പോകുന്നുവെന്ന് ഞങ്ങളിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്ന് അത് ഞങ്ങളെ നിത്യതയോളം നടത്തുമെന്നും, അങ്ങനെ നടന്നാൽ അങ്ങനെ നിത്യതയോളം ഞങ്ങളെ നടത്തുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പറയുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം കേട്ടനുസരിപ്പാൻ ഞങ്ങളെ ദൈവം കൃപ ചെയ്ത ആ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് മോളിയാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാതനമൽകുമേ, യേശുവിൻ മൂലമൻ യാതനമൽകുമേ, ആശ്രയത്തിൽ ചിടുമേ, അല്ലാതെന്നിൽ ലശവനൻ മൈലേ, അല്ലാതെന്നിൽ ലശവനൻ മൈലേ, നീനാകെ കേണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും വാഴ്ത്തപ്പെട്ട നമ്മുടെ സ്വർഗ്ഗ നല്ല പിതാവേ,
തീരുമാനപ്പെടുന്ന ആഴ്ച സന്ധ്യാസമയങ്ങളുടെ നിദാനമായിട്ടുള്ളവരുടെ ദൈവത്തെ മഹത്വപ്പെട്ട ദൈവങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ വന്നു എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പ്രശ്നിച്ചാലും മര്യാദ ആ നല്ല ജീവിതത്തിൽ മാത്രം ആശ്രയിച്ച് ചെയ്യുവാൻ യോഗ്യരാക്കണമേ പ്രാർത്ഥിക്കുന്നുണ്ടാകും ജോലിയും നടത്തി ദൈവം നാളെ നടത്താൻ ശക്തമെന്നത് വിശ്വസിക്കുന്നുണ്ടാകും ശ്വാസത്തിൻ്റെ നാളേക്ക് മുഖത്തിരുത്തനായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുവാനെ യോഗ്യരാക്കണമേ പ്രാർത്ഥിക്കുന്നുണ്ടാകും ദൈവമായ കർത്താവെ ആരോപണത്തിലും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും ഈ ഭവനത്തിൽ ആലയത്തിന്മേൽ അടിയണമേ എപ്പോഴും ഉണ്ടായിരിക്കണമേ നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൻ്റെ അടിയിലെ മറച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവകരങ്ങളിലേക്കടികളെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നവരാണ് അന്ന മക്കളെ തീരുവേരാ ദിവസങ്ങളിൽ പരമേൽപ്പിക്കുന്നു അവരുടെ ദീർഘമനതുമായ എല്ലാ ആവശ്യങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരാണ് വരാനുള്ളവരെ കൂട്ടി വരുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്നെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരണമേ ഈ കർത്താവിനെ കൂട്ടായ്മ കഴിയുമ്പോൾ അനുഗ്രഹമായിരിക്കണമേ ദേശത്ത് തന്നെ ഒരു അനുഗ്രഹമാക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായുടെ എൻ്റെ ദൈവമേ നീ മാത്രം സമ്പത്തായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിലാതെ ഈ ലോക സമ്പത്തുകളൊന്നും നിലനിൽക്കില്ല എന്നറിയുന്ന കർത്താവേ ശിവൻ യാത്രക്കാരായ നിങ്ങളെ നിയമത്തിന് സമയം പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാവേ ശിവനത്തോടെ വൻപുറയിലെ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കാവേ നിന്റെ ജീവൻ്റെ അവകാശികളാക്കി നിങ്ങളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കാവേ എന്തെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എവിടെ പോകേണ്ടത് ദിവസം ഉണ്ടെന്നത് ഞങ്ങൾ അറിയുന്നവർക്കാണ് ആ ദിവസം സ്വപ്നായ ഇന്ത്യ പ്രാപിക്കാൻ നോക്കണം സ്വർഗത്തിലെ സഭയിലെ ആത്മീയതകളുടെ നിങ്ങളെ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്കാണ് എൻ്റെ ജീവിതത്തിന് നന്ദിയോടെ സോദരം ചെയ്തവർക്കാണ് എൻ്റെ അപ്പൻ്റെ വാദമെടുത്തിരിക്കുന്ന ഒരു സമയം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് നിങ്ങൾ അറിയുന്നവർക്കാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ നിരൂപണങ്ങളെ ദൂരത്തിൽ സംഗ്രഹിക്കുന്നതിനായ നല്ല ദൈവമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നവർക്കാണ് നിങ്ങൾ ആവശ്യമുള്ള ഭാരങ്ങളെല്ലാം സ്വർഗം അവിടെ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ സ്വന്തക്കാണ് എൻ്റെ ദൈവത്തിൻ്റെ കഴിയാത്താട്ട് ഈ ലോകത്തിലൊന്നുമില്ല നാഥ ഇന്നുവരെ എൻ്റെ ദൈവം നടത്തിയ ദൈവമാണ് നാളെ മതിലുകൊണ്ട് നാളെ ഞങ്ങളെ നടത്തുവാൻ സ്വന്തമെന്നതിൽ വിശ്വസിക്കുന്നവരുണ്ടാകും എല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും കാരണം പറയുന്നതിൻ്റെ മകനെ കൊടുത്തരണം പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാകും ശാരീരിക ബലഹീനതകളോ പ്രയാസങ്ങളൊക്കെ മാറ്റി കർത്താവെ നിന്റെ വയനം പൂർണ്ണ പ്രാപിച്ചുകൊണ്ട് വരവാനുള്ള സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കാകെ എൻ്റെ ജീവിതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വന്തം ചെയ്യുന്നവർക്കാകെ അടിമ പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങളുടെ കർത്താവ് ഉന്നതമേ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്വോത്രം നിർത്താതെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയിരിക്കാൻ സ്വോത്രം നിർത്താതെ ഇന്നുവരെ തന്ന എല്ലാ നന്മകൾക്കായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്കാകെ ആ ദൈവത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കാകെ ഈ ലോകത്തിലൊന്നിനും കൊള്ളുവാൻ ഇല്ല പ്രശംസിപ്പാൻ ഇല്ല നാഥാം എൻ്റെ കൃപയിൽ മാത്രമെന്ന് നിങ്ങൾ അറിയുന്നവർക്കാകെ എൻ്റെ അപ്പൻ്റെ വാദവിധത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിർത്താതെ ദൈവങ്ങളുടെ ആസനത്തിൽ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കാകെ മക്കളെ എല്ലാ ദൈവകരങ്ങളും പരമേൽപ്പിക്കുന്നു കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ അവരുടെ മുക്കിലെ വരവിലെ ജോലിക്കാർ എല്ലാ അപ്പൻ്റെ കാവലും കരുതലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിലാകെ എല്ലാ മക്കളെയും ദൈവകരങ്ങൾ പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നവർക്കാകെ ദൈവമായ കർത്താവെ ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിൻ്റെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിലാകെ ദൈവമായ കർത്താവെ സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രാർത്ഥിക്കുക തള്ളിക്കളയാൽ എൻ്റെ ദിവസത്തോളം കാത്തു പരിപാലിച്ചതോർത്ത് സ്വോത്രം ചെയ്യുന്ന കർത്താവെ എൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു കർത്താവെ പ്രായമായ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പൻ്റെ കൃപ കൂടിയിരിക്കണമേ തക്ക സമയത്ത് തക്കതായ ഗുണങ്ങളെ കൊടുക്കാൻ സംരക്ഷണാരെയും അധികാരം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ എൻ്റെ അപ്പൻ്റെ ഭാഗത്തിൽ പ്രേരിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ദൈവകരങ്ങളിലേക്ക് എല്ലാം പൂർണ്ണമായി താഴ്ത്തി കർത്താവിൻ്റെ കൃപയിൽ ഏറ്റവും താഴ്ചകളെ ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്വഭാവത്തിക്കും താഴ്ചയ്ക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണ് കർത്താവ് ആ ദൈവത്തിൽ പ്രത്യാശയോടെ അയക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ മക്കളുടെ എല്ലാ ആവശ്യപാലങ്ങളും സ്വർഗപിതാവ് അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ് അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ചെയ്യാനും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവസങ്ങളിലെത്തി അടിയങ്ങൾക്ക് ഉത്തരം തന്നിരിക്കാൻ സ്തോത്രം സകലമാനവും എൻ്റെ കർത്താവെടുക്കണമേ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അന്വേഷിക്കുന്നു കൃപയോടെ ഉത്തരമെടുക്കുന്നു അങ്ങനെ
ആരാധനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേക്കാം. പാട്ടുപുസ്തകത്തിലെ 142 പാട്ട്. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, വെറുത്തിടുക, വേഗം ക്ഷമിച്ചിടുക, ഞാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, വെറുത്തിടുക, വേഗം ക്ഷമിച്ചിടുക, ഞാനിൽ പറന്നു പോകാം. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. യേശുവായി തോട്ടത്തിനുള്ളിൽ ജീവനായി പകർന്നിടുക. യേശുവായി തോട്ടത്തിനുള്ളിൽ ജീവനായി പകർന്നിടുക. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതനീക്കാൻ, ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതനീക്കാൻ, സഭയുണരാൻ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. യേശുവീര ഗുണമുശോഭിത ശക്തിയാൽ ഒരു വേല ചെയ്യുവാൻ. യേശുവീര ഗുണമുശോഭിത ശക്തിയാൽ ഒരു വേല ചെയ്യുവാൻ. വിളിച്ചു കാണാൻ വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. വിളിച്ചു കാണാൻ സ്നേഹത്താലും വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സാധ്യസാധ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ
സമയത്തോളം നമ്മളെ അനുഗ്രഹിച്ച കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോസിയാൻ്റെ കടന്നു സാൻസി കടന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഈ സമയത്തായി ഞങ്ങളോട് സ്തോത്രം ചെയ്തു കർത്താവേ. ഈ ബുധനാഴ്ചയുടെ യാത്ര സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി ഞങ്ങളോട് സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ വചനം കേൾക്കാൻ പോവുകയാണ് കർത്താവെ. മോൻചാനോട് കേൾക്കുന്ന വചനം ദൈവമേ, ഞങ്ങളുടെ വചനം കേൾക്കി ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ തന്നെ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേൾക്കുക. സ്തോത്ര സലേഷുകൾ തന്നെയാണ്. ക്രിസ്ത്യ ജീവിതം